കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ മൊത്തത്തിലൊരു ഇംബാലൻസ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അവർക്കുള്ളത്. അതായത് ഒരു സൈഡിൽ നിങ്ങളാണ്, ഒരു സൈഡിൽ അവരുടെ കരിയർ ആണ് അവർ ചിന്തിക്കുന്നത്. രണ്ട് കാര്യങ്ങളെ പറ്റിയും അവരിങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെന്ന വ്യക്തിയെയും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ കരിയറും അവർക്ക് ആ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർക്ക് പറ്റുന്നില്ല. ഈ ലവും അവരുടെ കരിയറും അതിങ്ങനെ ബാലൻസ് ആവാനായിട്ട് ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മനസ്സിന് ഒരു എന്താണ് പറയുന്നത്, ഒരു ബാലൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട്. രണ്ട് തരത്തിലും അവർ എല്ലാ കാര്യങ്ങളും, എല്ലാ കാർഡ്സും ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും ഒരു ഡ്യുവൽ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നതും യിൻ യാൻ എനർജിയാണ്. അതായത് രണ്ട് ചിന്തകൾ, അതായത് നമ്പേഴ്സ് വൈസ് നോക്കുന്നെങ്കിലും 2 എന്ന് പറയുന്ന നമ്പറാണ് വന്നിരിക്കുന്നത്. അതായത് രണ്ട് തരത്തിൽ അവരിങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി തന്നെയാണ്. അവർക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ജോബുണ്ട്, അല്ലെങ്കിൽ ഒരു തൃപ്തികരമല്ലാത്തൊരു ജോബെന്നേ പറയാൻ പറ്റൂ. അത് അവർക്ക് പോരാ. എക്സ്ട്രാ ആയിട്ട് അവർക്ക് ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജോലി അതും കൂടി അവർക്ക് വേണമെന്ന് അവർക്ക് വളരെയധികം ആഗ്രഹമുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അവർ കരിയറിൽ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. എന്ത് തന്നെയായാലും അവരുടെ ഈ ഒരു ലക്ഷ്യം അവർ നേടിയെടുത്തിട്ട് അത് നേടിയെടുത്ത ശേഷം അവർ നിങ്ങളിലേക്ക് തന്നെ എത്തും. അതായത് ഒരു പുതിയ ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടണമെന്ന് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ന്യൂ ബിഗിനിങ് ഇതിൽ കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരു പവിത്രമായിട്ടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങളോടുള്ളത്. പക്ഷേ ഇപ്പോൾ അതവർ പ്രകടിപ്പിക്കാത്തത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. എന്നിരുന്നാലും അവർ തക്കതായ സമയത്ത് അവർ ആക്ഷൻ എടുക്കുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യും. പക്ഷേ അതിന് കുറച്ചൊരു ഡിലേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. ഈ ഒരു പ്രശ്നം, ഈ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം തന്നെയാണ് ഇന്നും എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഫീലാകുന്ന എനർജി എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആ ഒരു താല്പര്യങ്ങൾക്കനുസരിച്ച് ആ വ്യക്തി അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്നും കാർഡ്സിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അങ്ങനെ പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹം, ഒരുപോലത്തെ സ്നേഹം ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന്, ഇങ്ങോട്ട് അവർക്ക് ഒരു പുതിയ തുടക്കമിടണമെന്നുമൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ് ആ വ്യക്തി. പക്ഷെ അവർ വിചാരിക്കും നിങ്ങളായിട്ടൊരു തുടക്കം ഇടട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ചെയ്യട്ടെ, നിങ്ങൾ വിളിക്കട്ടെ എന്ന് വിചാരിച്ച് ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയോട് കൂടുതലായിട്ടുള്ള പിണക്കങ്ങൾ ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ആ വ്യക്തിയോട് പിണങ്ങുന്നു, കുറേ നാൾ മിണ്ടാതിരിക്കുന്നു, ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യമുള്ള വ്യക്തികളും ഇതിലുണ്ട്. ആ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വൈസ് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കാളും ഫിനാൻഷ്യലി ഒരുപാട് ഡൗൺ ആണ് ആ വ്യക്തി. അപ്പോൾ ആ വ്യക്തിക്കുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ആ ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആളിന് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് വരും. ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പേഷ്യൻസ് വളരെ കുറവാണ്. അതായത് നിങ്ങൾക്ക് ക്ഷമ വളരെ കുറവാണ്. ഓരോ കാര്യത്തിലും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നടക്കണം എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളിൽ ആർക്കോ ഒരാൾക്കുണ്ട്.
അതും നിങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ മെസ്സേജ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ ചേഞ്ച് ആക്കേണ്ട ഒരു ടൈം കൂടിയാണിപ്പോൾ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിക്കുകയും ആളിനോട് പിണങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ചെറിയ ചിന്താഗതി മാറ്റിയിട്ട് നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ ആളിനോട് പെരുമാറണം എന്നാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏക കാര്യം. പിന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കെയറിങ് കണക്ഷൻസ് ഉണ്ട്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കെയറാണ്, ഒരുപാട് ലവാണ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള ലവാണ്. ആ വ്യക്തി എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് അറിയുന്നുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു നല്ലൊരു ലവിങ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ്, നിങ്ങളിൽ ആരോ ഒരാൾക്ക് ക്ഷമ വളരെ കുറവാണ്. ആ ഒരു കാര്യം മാത്രം കൊണ്ടാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് യൂണിവേഴ്സൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെൽഫ് ലവ് വളരെ കുറവാണ്. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് ലവിനുള്ള അഫർമേഷൻസുകൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് യൂണിവേഴ്സ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നു.